വരച്ചുവെച്ച ചിത്രങ്ങളിലും കൊത്തിവെച്ച ശില്പങ്ങളിലും നമ്മൾ കാണുന്ന മാലാഖമാർക്കെല്ലാം വലിയ ചിറകുകളുണ്ട്. എന്നാൽ മാലാഖമാർക്ക് യഥാർത്ഥത്തിൽ ചിറകുകളുണ്ടോ? അവർ പക്ഷിയെപ്പോലെ ആകാശത്തിലൂടെ പറന്നു നടക്കുന്നവരാണോ എന്ന് പലരും ചിന്തിക്കാറുണ്ട്. ക്രൈസ്തവ ദൈവശാസ്ത്രത്തിലും കാറ്റക്കിസം ഓഫ് ദി കാത്തലിക് ചർച്ചിലും മാലാഖമാരെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. സാങ്കേതികമായി പറഞ്ഞാൽ മാലാഖമാർക്ക് ചിറകുകളില്ല. എങ്കിൽ പിന്നെ എന്തിനാണ് ചിത്രങ്ങളിൽ ഇവരെ ചിറകുകളോടെ ചിത്രീകരിക്കുന്നത്? അതിനു പിന്നിൽ വ്യക്തമായ ചില കാരണങ്ങളുണ്ട്. പ്യൂർ സ്പിരിറ്റ്സ് അഥവാ ഭൗതിക ശരീരമില്ലാത്ത ശുദ്ധമായ ആത്മാക്കളാണ് മാലാഖമാർ. വിശുദ്ധ അഗസ്റ്റിൻ മാലാഖമാരെ കുറിച്ച് വ്യക്തമാക്കുന്നത് ഇപ്രകാരമാണ്: മാലാഖ എന്നത് അവരുടെ സ്വഭാവമല്ല, മറിച്ച് അവർ ചെയ്യുന്ന ജോലിയുടെ പേരാണ്. അവരുടെ സ്വഭാവം എന്തെന്ന് ചോദിച്ചാൽ അത് ആത്മാവ് എന്നാണ്. അവർ ചെയ്യുന്ന ജോലി എന്തെന്ന് ചോദിച്ചാൽ അത് ദൂതൻ എന്നാണ്. ആഞ്ചലൂസ് എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് ഏഞ്ചൽ എന്ന വാക്കുണ്ടായത്. ദൈവത്തിന്റെ ദൂത എത്തിക്കുന്ന പ്രതിനിധി എന്നാണ് ഇതിനർത്ഥം. അവർക്ക് മനുഷ്യരെ പോലെ മാംസവും രക്തവുമുള്ള ശരീരമില്ല. എന്നാൽ ബൈബിളിൽ വിവരിക്കുന്ന പല സംഭവങ്ങളിലും മനുഷ്യർക്ക് തങ്ങളെ കാണാൻ സാധിക്കുന്നതിനായി അവർ മനുഷ്യരൂപം സ്വീകരിക്കാറുണ്ട്. അത് കേവലം ഒരു താൽക്കാലിക രൂപം മാത്രമാണ്. ആദ്യകാല ക്രൈസ്തവ കലകളിൽ മാലാഖമാരെ സാധാരണ മനുഷ്യരെ പോലെ തന്നെയാണ് ചിത്രീകരിച്ചിരുന്നത്. എന്നാൽ 4-ാം നൂറ്റാണ്ടോടെ കലാകാരന്മാർ ഇതിൽ മാറ്റം വരുത്തി. ചരിത്രത്തിൽ ആദ്യമായി ചിറകുകളുള്ള മാലാഖയുടെ ചിത്രം കണ്ടെത്തുന്നത് ഇസ്താംബൂളിനടുത്തുള്ള പ്രിൻസ് സാർക്കോഫാഗസ് എന്ന കല്ലറയിലാണ്. പുരാതന ലോകത്ത് പക്ഷികളെ സന്ദേശവാഹകരായിട്ടായിരുന്നു കണ്ടിരുന്നത്. ഗ്രീക്ക് പുരാണങ്ങളിൽ ദേവന്മാരുടെ ദൂതനായി ഹെർമസിനെ ചിറകുകളുള്ള തൊപ്പി ധരിച്ചാണ് ചിത്രീകരിച്ചിരുന്നത്. ഇതേ സങ്കല്പം ഉൾക്കൊണ്ട് ദൈവത്തിന്റെ യഥാർത്ഥ സന്ദേശവാഹകരായി മാലാഖമാരുടെ ദൗത്യത്തെ ദൃശ്യപരമായി കാണിക്കാൻ റോമൻ കലാകാരന്മാർ അവർക്ക് ചിറകുകൾ നൽകി ചിത്രീകരിക്കാൻ തുടങ്ങി. ചുരുക്കത്തിൽ മാലാഖമാരുടെ ചിറകുകൾ അവരുടെ ശരീരത്തിന്റെ ഭാഗമല്ല, മറിച്ച് അവർ ഭൂമിയിലെ അതിരുകളിൽ ഒതുങ്ങുന്നവരല്ല എന്നും ദൈവത്തിന്റെ സന്ദേശങ്ങളുമായി അതിവേഗം സഞ്ചരിക്കുന്നവരാണെന്നും കാണിക്കാനുള്ള ഒരു പ്രതീകം മാത്രമാണ് ചിത്രങ്ങളിലെ ചിറകുകൾ.